ഹായ്, എന്നാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? വലിയ സുഖമൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണല്ലോ, തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, വളരെ തിരക്ക് കുറവാണ്. ഇവിടുത്തെ കാര്യങ്ങളും അതുപോലൊക്കെ തന്നെ എല്ലായിടത്തും പോലെ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇന്നലെ മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് നാളെ ഇവിടെ അൺപെയ്ഡ് ആയിട്ടും പിന്നെ ഒന്നരടം ജോലി ബാക്കി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ HR മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു പോയി പൊക്കോ വെക്കേഷൻ പൊക്കോ എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു വിട്ടു. അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ വെക്കേഷൻ പോകുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കിട്ടുന്ന സാലറി കാര്യങ്ങളൊക്കെ കുറച്ച് സേവ് ഒക്കെ ചെയ്തിട്ട് ഒരു പ്ലാൻ എപ്പോഴും സെക്കൻഡറി പ്ലാനുകളും കൂടി എപ്പോൾ വെച്ചിട്ട് മുന്നോട്ട് പോവുക. ഫുൾ പൈസ ഇപ്പോൾ കിട്ടുന്ന സമയങ്ങളൊന്നും കിട്ടുന്ന പൈസയൊക്കെ കുറച്ച് അനാവശ്യ ചിലവുകളൊക്കെ ഒഴിവാക്കിയിട്ടില്ലേ കുറച്ച് പിടിക്കുക കയ്യിൽ. കാരണം ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 1 മന്തിനുള്ളിൽ നമ്മൾ തിരിച്ചു വിളിക്കണമെന്നില്ല, ചിലപ്പോൾ 2 മാസം 3 മാസമൊക്കെ എടുക്കും നമ്മൾ തിരിച്ചു വിളിക്കാനാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേ. നമുക്ക് എല്ലാവർക്കും ലോണും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരല്ലേ, അതുകൊണ്ട് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിൻ്റെ ചെറിയ ഒരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കിച്ചൺ ഇതുപോലെ ഇപ്പോൾ ആൾക്കാരൊക്കെ പോയി, അത്യാവശ്യം ഞങ്ങൾ ആൾക്കാരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അല്ലേ, കിച്ചൺ ഇപ്പോൾ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുവാണ്. ഇതുപോലെയാണ് ഇപ്പോൾ എല്ലാ സെക്ഷനിലും ഓരോരോ ആൾക്കാരെ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ നിർത്തിയേക്കണത്. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ് അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൈസ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ചിലവാക്കുക, എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോകട്ടെ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആൾക്കാർ കുറേ പേരൊന്നും പൈസ ഇല്ല, സാലറി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിൽ പൊക്കോന്ന് പറയും. ചിലർക്ക് സാലറി ക്രെഡിറ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നാട്ടിൽ പൊക്കോന്ന് പറയുമ്പോൾ അവർ എങ്ങനെ പോകുന്നവർക്ക് അറിയില്ല. കാരണം ടിക്കറ്റിൻ്റെ പ്രൈസൊക്കെ കാണണം 50,000 60,000 ഒക്കെ എയർ ഇന്ത്യ കാണുന്നത്. ഇവിടുത്തെ അല്ലാതെ എത്തിഹാദ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 900 ദിർഹം അങ്ങനെയൊക്കെ എല്ലാം നല്ല റേറ്റാണ് ടിക്കറ്റ് വില ഇപ്പോൾ വന്നേക്കുന്നത്. ഇപ്പോൾ അവരെങ്ങനെ നാട്ടിൽ പോകും? അങ്ങനെ ഒത്തിരി ആൾക്കാരോട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ കുറച്ചൊക്കെ നമ്മൾ സേഫ് ആക്കി വയ്ക്കുക. ഫുള്ള് നാട്ടിലേക്കൊന്നും അയച്ചു കൊടുക്കാണ്ട് എപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പറയുമ്പോഴൊക്കെ എന്ത് ചെയ്യാനാ, ആരുടെയും വലിയ പൈസ ഒന്നുമില്ല. ഇങ്ങനത്തെ അവസ്ഥ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഗവൺമെൻറ് കുറച്ച് സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ പ്രവാസികളൊക്കെ എത്ര കഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ പൈസ അയക്കുന്നില്ല, എന്തോരം ഓരോരോ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ ഒരു സമയത്ത് ഗവൺമെൻറ് ഒരു കാര്യം അവരുടെ ഇടപെടുന്നില്ലെന്ന് നോക്കുമ്പോഴാണ് നമുക്കൊരു മൈരി പരിപാടി എന്ന് പറയാൻ പറ്റില്ല. അത് തന്നെ അവസ്ഥ. കാരണം ആൾക്കാരങ്ങനെ അടിപ്പോകാനാ, എല്ലാവരുടെ അവസ്ഥ ഒരുപോലെ ആവണമെന്നില്ല, പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, കാണാം, പാക്കലാം.